ഇപ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ. ഇതിൽ ഈ ഒരു പറയുന്ന കരിപ്പെട്ടി കൂടി ആഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ചക്കിലാണ് ബദാം ചെയ്യുന്നത്. നമ്മൾ വാങ്ങുന്നത് എപ്പോഴും ഫസ്റ്റ് ക്വാളിറ്റി ബദാം മാത്രമേ മേടിക്കുന്നുള്ളൂ. ഇതെന്താണ് ചോദ്യത്തിന് ഞാൻ എല്ലാ ദിവസത്തിലും പറഞ്ഞു മടുത്ത സംഭവമാണ്. ഇതിപ്പോ ഓയിൽ പുറത്തേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഇടയിൽ കുറച്ച് പൊടിയൊക്കെ കാണുന്നുണ്ട്. ഇത് നിങ്ങൾ എങ്ങനെ ഇത് ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്? ഫിൽറ്റർ ചെയ്യുന്നില്ല, അതുപോലും പഴയ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. FG ROVER എന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് ആളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒറിജിനൽ ഓയിൽസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് 1, 2, 3 ഓയിലല്ല, ഒത്തിരി ഓയിലുകൾ ചെയ്യുന്ന ഒരു കമ്പനി. ഒരു വ്യത്യസ്തമായുള്ള ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. എന്താണ്, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത് കാണാൻ നമുക്ക് നേരെ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക്. ഒറിജിനൽ ഓയിൽസ് കമ്പനിയുടെ ഓണർ ശ്രീധരൻ എൻ്റെ കൂടെ ഉള്ളത്. എനിക്ക് ഇവിടെ വന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പഴമ നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള ഒരു കാരണം എന്താണ്? ഇത് നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഒരു 60 കൊല്ലം മുമ്പ് തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത് ഗ്രാൻഡ് ഫാദറിൻ്റെ സെയിം പ്രിൻസിപ്പിൾസാണ്. ആകെ മാറിയിട്ടുള്ളത് നമ്മളുടെ കുറേ മിഷനറി മാറിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ സ്റ്റീലുകളിൽ മാത്രമാണ് സ്റ്റോറേജ് ഉള്ളൂ. ബാക്കിയെല്ലാം 60 കൊല്ലം മുമ്പത്തെ സെയിം പ്രിൻസിപ്പിൾസാണ് നമ്മൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നത്. 60 വർഷമായി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലേ? ഈ ഒരു ഇവിടെയുള്ള പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുന്നത്? ഇതൊരു 100% ഫാമിലി ഓൺഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമുക്കിവിടെ മാനേജേഴ്സോ അല്ലെങ്കിൽ പ്രൊഫഷണൽസും ഒന്നുമില്ല. 100% ഒരു കൺസർവേറ്റീവായിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ ഒരു പർച്ചേസിലും മാനേജേഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്ട്രിക്റ്റാണ് എല്ലാ സീഡ് വാങ്ങുന്ന കാര്യത്തിൽ. അതിലാണ് ഏറ്റവും നമ്മൾ നിർബന്ധം. ഏറ്റവും ഫൈൻ ക്വാളിറ്റി സീഡ്സ് മാത്രമേ നമ്മൾ മേടിക്കുന്നുള്ളൂ. ഇവിടെ എന്ത് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും അവിടെ എൻ്റെ പ്രസൻസ് ഉണ്ടാവും. എള്ളെണ്ണ ആയാലും വെളിച്ചെണ്ണ ആയാലും ബദാം ആയാലും ചിയ ഫ്ലാക്സീഡ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ കോമ്പൗണ്ടിനകത്ത് പുറത്ത് പോവില്ല. അതാണ് ഈ പ്രത്യേകത. കൂടെ നിന്നുകൊണ്ട് ആ ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ഓരോ പ്രോഡക്റ്റും പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? എൻ്റെ പേഴ്സണലി എൻ്റെ ഇൻവോൾവ്മെൻറ്റ് എല്ലാ പ്രൊഡക്ഷനിലും ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എള്ളെണ്ണയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് രീതി എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ഒരു പ്രൊഡക്റ്റാണ് എള്ളെണ്ണ. എള്ളെണ്ണയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എള്ള് ഏറ്റവും ഫൈൻ ക്വാളിറ്റി സീഡ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് വാങ്ങി വന്നിട്ട് നമ്മളത് സോളാർ ഡ്രയറിൽ ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ബാച്ചും നമ്മൾ വെയിറ്റ് നോക്കും. വെയിറ്റ് നോക്കാതെ ഒരു ബാച്ച് നമ്മൾ ക്രഷ് ചെയ്യില്ല. ആ വെയിറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കരുപ്പെട്ടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എള്ള് ക്രഷ് ചെയ്യുന്നത്. പഴയ രീതിയിൽ എള്ള് ക്രഷ് ചെയ്യുമ്പോൾ കരുപ്പെട്ടി ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആണോ? അതുകൊണ്ടാണ് നമ്മുടെ എള്ളെണ്ണ ഇത്ര എക്സ്പെൻസീവ് ആവുന്നതും ഇത്ര പഴയ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും ഇതേ രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്? പലതും ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ എള്ളെണ്ണ ചെയ്യുന്നത് 100% ട്രഡീഷണൽ ആയിട്ട് സ്റ്റൈലിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ. ഇതിൽ ഈ ഒരു പറയുന്ന കരിപ്പെട്ടി കൂടി ആഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഡയറക്റ്റ് എള്ള് ചക്കിലാട്ടി എടുക്കുക എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെയും ചെയ്യാം, പക്ഷെ നമുക്ക് ശരിക്കുള്ള രുചിയും മണമൊക്കെ കിട്ടണമെങ്കിൽ ഇത് ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം ഓരോ ബാച്ചും വെയിറ്റ് നോക്കിയതിന് ശേഷം നമ്മൾ ചക്കിലേക്ക് ശർക്കര കൂട്ടി അത് ഇടുകയാണ് ചെയ്യുക. ഓൾമോസ്റ്റ് 40 minutes ആണ് ഒരു ബാച്ച് നമുക്ക് ക്രഷ് ചെയ്യാൻ പിടിക്കുന്ന സമയം പിടിക്കുക. 40 മിനിറ്റ് പിടിക്കും. ചക്കിൽ ചെയ്യുമ്പോൾ മെറിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ചൂടാവില്ല. എണ്ണ ഒരു 60 ഡിഗ്രിയിലൊക്കെ മാക്സിമം ചൂട് വരുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അങ്ങനെ ചെയ്യുന്ന എണ്ണകൾക്ക് കുറേ നേരം മണം എണ്ണ നിലനിൽക്കും. ഇത് പുറത്തേക്ക് ഈ എണ്ണ വരുന്ന സമയത്ത് നല്ല സ്മെല്ലുണ്ട് അല്ലേ? പഴയ കാലത്തുള്ള ഒരു സ്മെല്ല് ഫീൽ ചെയ്യുന്നു. അതിൻ്റെ റീസൺ എന്താ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എള്ള് എന്ന് പറയുന്നത് എഡിബിൾ ക്വാളിറ്റി എള്ളാണ് ഉപയോഗിക്കുന്നത്. ശർക്കര ഉപയോഗിക്കുന്ന നല്ല ക്വാളിറ്റി ശർക്കര ഉപയോഗിക്കുന്നുള്ളൂ. ശർക്കര എത്ര വില കൂടിയാലും നമ്മൾ ആ കൃത്യം പ്രൊപ്പോർഷനിൽ തന്നെ ശർക്കര ആഡ് ചെയ്യും. അപ്പോൾ ഏത് സമയത്ത് വാങ്ങുന്ന നമ്മുടെ എള്ളെണ്ണയ്ക്കും ഒരേ ടേസ്റ്റും ഒരേ മണവും ഉണ്ടാകും. ആ സ്മെല്ലിനൊന്നും ഒരു വ്യത്യാസമില്ല. കാരണം ഇൻപുട്ട് മാറുന്നില്ല. നമ്മൾ ഇതിപ്പോൾ ഓയിൽ പുറത്തേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഇടയിൽ കുറച്ച് പൊടിയൊക്കെ കാണുന്നുണ്ട്. ഇത് നിങ്ങൾ എങ്ങനെ ഇത് ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്? ഇവിടെ നമ്മൾ എള്ളെണ്ണ ഫിൽറ്റർ ചെയ്യുന്നില്ല, അതുപോലും പഴയ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതെങ്ങനെ? നമ്മൾ 10 ദിവസം ആ ടാങ്കിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ചോട്ടിൽ അതിൻ്റെ സെഡിമെന്റ്സ് വരും. അതിൻ്റെ മുകൾ ഭാഗം മാത്രമാണ് നമ്മൾ എടുത്ത് വെക്കുന്നുള്ളൂ. ഒരു കാലത്ത് ഫിൽറ്റർ ചെയ്യാൻ പ്ലാൻ ഇല്ല. ഫിൽറ്റർ ചെയ്യുമ്പോൾ എള്ളെണ്ണയുടെ അതിന്റെ ഗുണം കുറയുക ചെയ്യും. എള്ളെണ്ണ ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അടുത്ത നമ്മൾ ഏത് ഓയിലിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്? നമുക്ക് ഹെയർ ഓയിൽസ് ഉണ്ട്. ഹെയർ ഓയിലിന്റെ പേര് വരുന്നത് പിക്കോക്ക് സീക്രട്ട് എന്നാണ്. അത് 3-4 സ്റ്റൈലിൽ നമ്മൾ ഹെയർ ഓയിൽസ് ഉണ്ട്. ഒരു ബോഡി ഓയിലും നമുക്കുണ്ട്. നമ്മൾ ഹെയർ ഓയിലിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻപുട്സും 100% നാച്ചുറലാണ്. അതിൽ പല ഓയിൽസും എഡിബിൾ ക്വാളിറ്റിയുമാണ്. നമ്മളെല്ലാ ഹെയർ ഓയിലിലും എള്ളെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കോൾഡ് പ്രസ്ഡ് ആണ്. ബ്ലാക്ക് സീഡ് ഓയിൽ ഉണ്ട്, അത് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ തന്നെയാണ്. വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ തന്നെയാണ്. നല്ല സ്മെല്ലാണല്ലോ ഈ ഒരു ഓയിലിന് വരുന്നത്. എനിക്ക് സാധാരണ രീതിയിൽ എനിക്ക് ഹെയർ ഓയിൽ ഉപയോഗിക്കാൻ വലിയൊരു ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് സ്മെല്ലിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഇവിടുത്തെ ഈ ഒരു ഇതിന്റെ ഒരു സ്മെല്ല് അനുഭവിച്ചപ്പോൾ ശരിക്കും അത് ഉപയോഗിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ഇതിന്. അതിന്റെ റീസൺ ഇതാണ്, നമ്മൾ നാച്ചുറൽ ഫ്ലവേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്കുള്ള സ്മെല്ല് അത്ര പഞ്ചിങ് സ്മെല്ല് വരില്ല, സുഖമുള്ള സ്മെല്ല് ഉണ്ടാവുള്ളൂ. ഇത് നമ്മുടെ വേറെ പ്രൊഡക്റ്റ് ആണ്. ചന്ദ്രമുഖി എന്ന പേരിലുള്ള ഒരു ബോഡി ഓയിലാണ്. ചന്ദ്രമുഖി? യെസ്. ബോഡി ഓയിലാണ്. സ്കിൻ നറിഷിംഗ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. മെയിൻ ഇൻപുട്ട് എന്ന് പറയുന്നത് വെളിച്ചെണ്ണ
വെളിച്ചെണ്ണയുണ്ട്, എള്ളെണ്ണ, ബദാം, ചിയ, ഫ്ലാക്സ് സീഡ് ഓയിൽ, ബ്ലാക്ക് സീഡ്സ്, മസ്റ്റാർഡ്, കുർക്കുമിൻ, റോസ്മേരി ഓയിൽ. ഇതിനൊരു കോമ്പിനേഷനാണ് നമുക്ക് ചെയ്യുന്നത്. ഇതിന് മുകളിൽ ടോപ്പപ്പ് ചെയ്യുന്നത് ട്യൂബ്രോസ് അബ്സലൂട്ട് എന്ന് പറഞ്ഞ ഫ്ലവറിൻ്റെ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ ബദാം ഓയിൽ ഉണ്ട്. ബദാം ഓയിൽ നമ്മൾ ചെയ്യുന്നത് കോൾഡ് പ്രസ്ഡ് ആണ്, ചക്കിലാണ് ബദാം ചെയ്യുന്നത്. നമ്മൾ വാങ്ങുന്നത് എപ്പോഴും ഫസ്റ്റ് ക്വാളിറ്റി ബദാം മാത്രമേ മേടിക്കുന്നുള്ളൂ. സ്വീറ്റ് ബദാമാണ് ചെയ്യുന്നത്. ബദാം ഡ്രൈ ചെയ്യാനായിട്ട് നമ്മുടെ ഈ സോളാർ ഇതുണ്ട്, അതിലാണ് നമ്മൾ ഡ്രൈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മഴക്കാലം വെച്ചാൽ റോസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ അത് കൃഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ട് പോകുന്നത് കുഞ്ഞു കുട്ടികൾ തേക്കാനാണ് വാങ്ങിയിട്ട് പോകുന്നത്. പിന്നെ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പലരും വാങ്ങിയിട്ട് പോകാറുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു ഓയിലിൽ ഒന്നാണ് ബദാം ഓയിൽ. ഇത് നമ്മളുടെ വേറെ പ്രൊഡക്റ്റാണ്, ബ്ലാക്ക് സീഡ് ഓയിലാണ്. ഓൺ പ്രൊഡക്ഷനാണ്, ഔട്ട്സോഴ്സിംഗ് അല്ല, ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ഫൈനസ്റ്റ് സീഡ്സ് ആണ് മേടിക്കുന്നത്. അത് നമ്മൾ ഈ സോളാർ ഡ്രയറിൽ ഉണക്കി നല്ല നീറ്റായിട്ട് സീഡ്സിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നിങ്ങൾ വാങ്ങിക്കുന്ന എല്ലാ സീഡ്സും വളരെ ശ്രദ്ധിച്ചിട്ടാണ് കൈകാര്യം ചെയ്തത് അല്ലേ? ഏറ്റവും ഇമ്പോർട്ടൻസ് നമുക്ക് സീഡ് പർച്ചേസിലാണ്. അതിലാണ് വിജയം. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്? ബ്ലാക്ക് സീഡ് ഓയിൽ ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ട് പോകുന്നത് ആൾക്കാർ ഹെയർ ഓയിലിൽ അപ്ലൈ ചെയ്യാൻ വാങ്ങുന്നുണ്ട്. സ്കിന്നിൽ ഡിസീസുള്ള ആൾക്കാർ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഇത് നമ്മളുടെ ചിയ സീഡ് ഓയിലാണ്, ഇവിടുത്തെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഈ ഒമേഗ 3 ഏറ്റവും കൂടുതലുള്ള ഒരു നാച്ചുറൽ ഓയിലാണ്. ഇത് സ്കിൻ ഡിസീസിനൊക്കെ വളരെയധികം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ്. നമ്മളിവിടെ നമ്മുടെ എല്ലാ ഹെയർ ഓയിൽസിലും മിക്സ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. സെയിം ടൈം ചിയ സീഡ് മാത്രമായിട്ട് നമ്മൾ വിൽക്കുന്നുണ്ട്. അതുപോലെ ഫ്ലാക്സ് സീഡ് ഓയിലും നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതും നമ്മുടെ ഹെയർ ഓയിലിൽ മിക്സ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. സെയിം ടൈം നമ്മളതും മാത്രമായിട്ട് നമ്മൾ സെല് ചെയ്യുന്നത്. ഈ ചിയ സീഡ് ഓയിലും ഫ്ലാക്സ് സീഡ് ഓയിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർ വാങ്ങിയിട്ട് പോകാറുണ്ട്. അവർ ഏർലി മോർണിംഗ് ഒരു ഡ്രോപ്പ് കഴിക്കാനൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് പോകാറുണ്ട്. സെയിം ടൈം ഹെയർ ഓയിൽസും ബോഡി ഓയിലും നടക്കുന്ന ആൾക്കാരും വാങ്ങിയിട്ട് പോകുന്നുണ്ട്. ഇവിടെ വന്ന സമയത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഓയിൽ ഞാൻ കണ്ടു, ഒരു ദന്തപാല ഓയിൽ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്? അത് ഈ താരൻ ചൊറിച്ചിലിനൊക്കെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പ്രൂവൺ ആയിട്ടൊരു നാട്ടറിവാണ്. ഇവിടെ നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ആ ഇല നമ്മൾ സോളാർ ആ ടറലിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഓയിലാണത്. താരനാണ് ഇത് കൂടുതലായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നത്. താരൻ നാട്ടിലേക്ക് കൊല്ലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു താരൻ കൺട്രോളിൽ വരുത്തുന്ന ഒരു ഓയിലാണ് ദന്തപാല. വെളിച്ചെണ്ണയും ഒരുതരം ഇലയും, അത് രണ്ടും മാത്രമേ അതിനകത്തുള്ളൂ. 100% നാച്ചുറലാണ്, വളരെ എഫക്റ്റീവാണ്. താരൻ 100% കൺട്രോളിൽ വരും. ഇതെന്താണ് ചോദ്യത്തിന് ഞാൻ എല്ലാ ദിവസവും ഉത്തരം പറഞ്ഞു മടുത്ത സംഭവമാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ എണ്ണകളുടെയും പിണ്ണാക്കുകളാണത്. ബ്ലാക്ക് സീഡ് ഓയിലിന്റെ ഡിസ്പ്ലേയുടെ മുമ്പിൽ നമ്മൾ വെച്ചിട്ടുള്ളതാണ് ഈ ബ്ലാക്ക് സീഡ് ഓയിലിന്റെ പിണ്ണാക്ക്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇത് ഓയിലൊക്കെ നോക്കുന്നതിനിടെ ഈ ഒരു കാഴ്ച കണ്ടു. ഞാൻ ചിന്തിച്ച് ഇത് എന്താണ് നിങ്ങൾ ഒരു എക്സ്ട്രാ ഒരു സാധനം കൂടി ഇവിടെ ഉണ്ടാക്കി വെക്കുന്നുള്ളത്? ഇതെന്താ ശരിക്കും വരുന്നത്? ഇത് നോർമലി നമ്മുടെ നാട്ടിൽ ആരും ചെയ്യാത്ത ഓയിലുകളായതുകൊണ്ട് പലരും നമ്മുടെ ചോദിക്കും, നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ആണോ, തെളിവുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർക്ക് പ്രൂഫായിട്ട് കാണാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഇത് ചെയ്തതിന് ശേഷമുള്ള പിണ്ണാക്കാണ്, ഇതിന്റെ സ്പെൻഡാണ്. അത് ഓരോ ഓയിലിന്റെ നിങ്ങൾ എടുത്ത് നോക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും എല്ലാത്തിന്റെയും വെച്ചിട്ടുണ്ട്. നമ്മള് ഇവിടെ എള്ളിന്റെ വെച്ചിട്ടുണ്ട്, കടുകിന്റെ വെച്ചിട്ടുണ്ട്, ബദാമിന്റെ വെച്ചിട്ടുണ്ട്, ബ്ലാക്ക് സീഡിന്റെ വെച്ചിട്ടുണ്ട്. ഇത് സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വരുന്നവർക്ക് ഒരു വിശ്വാസം കൂടിയാണ്. അതെ 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 അതെ. ഇതെന്തായാലും അടിപൊളി പരിപാടിയാണ്. അല്ല, പലരും വരുമ്പോ ഇപ്പൊ പ്രൊഡക്ഷനുള്ള സമയത്ത് ചില കാണണമെന്ന് പറയുമ്പോൾ അവരെ കാണിച്ചും കൊടുക്കാറുണ്ട്. നമ്മൾ ലൈവായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാറുണ്ട്. കാരണം അത്ര നീറ്റായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാതും വളരെ ഹൈജീനിക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ വന്നപ്പോ തന്നെ കണ്ടു അതിന് എത്രമാത്രം നിങ്ങൾ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഇത് മെഷീൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നുള്ളത്. എനിക്കറിയണ്ട, ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പം ഒത്തിരി പേർക്ക് ആവശ്യമുണ്ടാവും. കാരണം കുറേ പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ, ഓയിൽ തന്നെ പല രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനെ ആവശ്യക്കാർക്ക് എങ്ങനെയാണ് ഇത് കയ്യിലേക്ക് കിട്ടുന്നത്? ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിറ്റ് പോകുന്നത് നമ്മുടെ ഷോപ്പിൽ വന്ന് വാങ്ങിപ്പോൾ ആൾക്കാരുണ്ട്. സെയിം ടൈം ആൾക്കാർ ഫോണിൽ വിളിച്ചിട്ട് ഓർഡർ ചെയ്യും, കൊറിയറിൽ അയച്ചു കൊടുക്കുന്നുണ്ട് പലപ്പോഴും. കൊറിയറിൽ ചെയ്തു? അതെ അതെ. ആമസോണിലും അവൈലബിൾ ആണ്, നമ്മുടെ ആമസോണിലും ഉണ്ട്. അതെ അതെ അതെ. അപ്പം നമുക്ക് ആവശ്യമുണ്ട് നേരെ ആമസോണിൽ പർച്ചേസ് ചെയ്താൽ. അതെ അതെ അതെ. അതേപോലെ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പൊ വിൽക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്, സ്വന്തമായിട്ടൊരു കട ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്. അങ്ങനെ വിൽക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ എടുത്തുണ്ടോ? അതുണ്ടല്ലോ, ഉറപ്പായിട്ടും നമ്മൾ ഓപ്പൺ ആണ് ആ സംഭവം. ഇവിടെ ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചു വന്നിട്ടുള്ളത് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങി ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ചോദിച്ചു വന്നിട്ടുള്ളത്. വിൽക്കാൻ വേണ്ടി. അതെ അതെ, റീസെല്ലിംഗിന് വേണ്ടി പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ സെയിൽ കൊടുക്കുന്നുണ്ട്? പിന്നെ കൊടുക്കുന്നുണ്ടല്ലോ. അത് എവിടം വരെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? അത് ത്രൂ ഔട്ട് കേരള, ത്രൂ ഔട്ട് ഇന്ത്യ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിൽ എവിടെയും ചെയ്യാം, എത്തിച്ചു കൊടുക്കാൻ റെഡിയാണ്. ഇത്രയാണ് ഒറിജിനൽ ഓയിൽസിന്റെ വിശേഷങ്ങൾ. ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ 1, 2, 3 ഓയിൽസ് അല്ലല്ലേ, പല രീതിയിലുള്ള ഓയിൽസ്, പല ഉപയോഗത്തിലുള്ള ഓയിൽസ് ആണ് ഇവിടെ ഒറിജിനൽ ഓയിൽസിൽ ശ്രീധരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ കണ്ടതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആ തലയിൽ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലാണ്. അതിന്റെ ഒരു സ്മെല്ല്, പ്രത്യേക ഒരു സ്മെല്ലാണ് ഈ ഒരു ഹെയർ ഓയിലിന് പുറത്തേക്ക് വരുന്നത്. അതിലുള്ള ചേരുവ തന്നെയായിരിക്കും അതിൽ ചേർത്തുള്ള ചേരുവകൾ എന്ന് പറയുന്നത്. അതുപോലെ പല രീതിയിലെ കരിഞ്ജീരക ഓയിലും എള്ളെണ്ണയും അങ്ങനെ
അങ്ങനെയുള്ള ഓരോ ഓയിലും വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ശ്രീധരൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ കണ്ടോ, ഇവിടെ ഒരു ബെല്ല് വെച്ചിട്ടുണ്ട്. ഒരു കസ്റ്റമറോട് പറയുന്ന ഒരു കാര്യമാണ്, കസ്റ്റമർ ഹാപ്പി ആണെങ്കിൽ ഒന്ന് റിങ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. അത്രയും ഒരു എന്താ പറയാ, ആ ഒരു പഴമയുടെ കാര്യത്തിലും ആത്മാർത്ഥതയുടെ കാര്യത്തിലും ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഒറിജിനൽ ഓയിൽസ് ഇവിടുന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാഴ്ചകൾ വന്ന സമയത്ത് കണ്ടിട്ടുള്ളത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ. ഞാൻ എന്നും ആഡ് ചെയ്ത പോലെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് വിളിക്കാം, നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.